മാസം തിരുഹൃദയ പ്രതിഷ്ഠയുടെ മാസമാണല്ലോ. എല്ലാ വൈദികരും ഭവന സന്ദർശനം നടത്തി ഭവനങ്ങളെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന നാളുകളാണ് കടന്നു പോകുന്നത്. അച്ഛനായിട്ടായിരുന്ന ഇടവകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുഹൃദയ പ്രതിഷ്ഠയുടെ സമയത്ത് ചൊല്ലുന്നൊരു പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: കർത്താവെ, ഈ ഭവനത്തിലുള്ള എല്ലാവരുടെ ഹൃദയവും തിരുഹൃദയം കണക്ക് നിർമ്മലമാക്കി തീർക്കണമേ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രാർത്ഥന അതായിരുന്നു. എല്ലാവരുടെ ഹൃദയങ്ങളെയും അങ്ങയുടെ ഹൃദയം പോലെ നിർമ്മലമാക്കി തീർക്കണം. ഇതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കർത്താവിനോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ ചോദിച്ച് വല്ലാണ്ട് ആവശ്യപ്പെട്ട് ആ പരാതികൾ കേട്ട് അവസാനം എല്ലാം തരുന്ന പൊന്നു തമ്പുരാനോട് ഒരിക്കൽ പോലും അങ്ങയുടെ ഹൃദയം എനിക്ക് തരുമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? കാരണം ആ ഹൃദയത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്ന്, ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ളൊരു ഇടമുണ്ട് എന്നുള്ളതാണ്. അന്ത്യത്താഴ സമയത്താണ് അത് കൃത്യമായി വെളിപ്പെട്ട് കിട്ടിയത്. അന്ത്യത്താഴ സമയത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്: യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവരും തള്ളിപ്പറയാൻ പോകുന്നവരും ഓടി ഒളിക്കാൻ പോകുന്നവരൊക്കെയാണ് ചുറ്റുമിരിക്കുന്നത്. ഇങ്ങനെ ചുറ്റുമിരിക്കുന്നവരൊക്കെ ചതിയുടെ ആളുകളാണെന്ന് അറിയുമ്പോഴും യേശു അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. യേശു അവർക്കൊക്കെ അവൻ്റെ അടുത്തിരിക്കാൻ ഇടം കൊടുത്തു. അവൻ്റെ അടുത്തിരിക്കാൻ ഇടം കൊടുത്തതാണ് നമ്മൾ കണ്ടെങ്കിൽ, പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തിലിരിക്കാൻ ഇടം കൊടുത്തു എന്ന് വിശേഷിപ്പിക്കുന്നതാണ് നല്ലത്. കാര്യം ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലാണെന്ന് അറിയുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ അവൻ ഇടം കൊടുത്തു. ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും അവൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഹൃദയം തിരുഹൃദയം എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ കർത്താവിനോട് അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെയൊക്കെ വെളിപ്പെട്ടിട്ടുന്ന കാര്യം എന്താണെന്നറിയോ? ആരെയും മാറ്റി നിർത്താത്ത ഒരു ഹൃദയം നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. നമ്മളെ ചതിക്കുന്നവരുണ്ടാകും, വേദനിപ്പിക്കുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, തള്ളിപ്പറയുന്നവരുണ്ടാവും, നമ്മളെ വല്ലാണ്ട് മോശമാക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും എനിക്ക് അങ്ങേപ്പോലെ ഹൃദയം വേണം. കാര്യം ഇവരെയും ചേർത്ത് വയ്ക്കാൻ, ഇവരെയും ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയം വിശാലമാകണം. അതുകൊണ്ടാണല്ലോ സോളമൻ രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്: കർത്താവെ, കടൽ പോലെ വിശാലമായൊരു ഹൃദയം എനിക്ക് തരണമേ. കാരണം ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാനുള്ള ഇടമുണ്ട്. ഇതാണ് ക്രിസ്തുവിൻ്റെ ഹൃദയം തിരുഹൃദയമാകാനുള്ള ഒന്നാമത്തെ ഒരു കാരണം. ഇനി രണ്ടാമത് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം, ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കരയുന്ന സുവിശേഷ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും നിലവിളിച്ച് കരയുകയാണ്. ആ കരയുന്ന സമയത്ത് യേശു പറഞ്ഞു, അവൾ ഉറങ്ങിയാണ്, നിങ്ങളതിനെ ശല്യപ്പെടുത്തണേ, എല്ലാവരും പുറത്തുപോയി. പുറത്തുപോയപ്പോൾ യേശു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തലീത്താക്കോ, അവൾ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും പിന്നെ അതിനെക്കുറിച്ചായി സംസാരം. ആ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ബഹളവും ഒച്ചപ്പാടാണ്. വലിയൊരു ജനക്കൂട്ടം ഉണ്ടല്ലോ, മരണവാർത്ത അറിഞ്ഞ വലിയൊരു ജനക്കൂട്ടം. അതിനിടയിൽ എല്ലാവരും ഈ അത്ഭുതത്തിൽ കണ്ണോടിച്ച് നിൽക്കുമ്പോൾ യേശു അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്: അവൾക്കൊല്ലത് കഴിക്കാൻ കൊടുക്ക്. എത്ര കരുതലുള്ള ഹൃദയമാണ് ക്രിസ്തുവിൻ്റേതും. എനിക്ക് തോന്നുന്നു ആരും ശ്രദ്ധിക്കാത്ത കാര്യം കാണുന്നൊരു ഹൃദയം അത് തിരുഹൃദയമാണ്. മറ്റാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് തിരുഹൃദയമാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, ഈ ഭൂമിയിൽ കാണുന്ന നിരവധിയായ കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകൾക്കൊടുവിൽ നമ്മൾ ഹൃദയത്തിലുടക്കുന്ന ചില കാഴ്ചകൾ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒത്തിരി കാര്യം കേൾക്കുന്നുമുണ്ട്. ഈ കേൾക്കുന്നതിനൊടുവിൽ നമ്മൾ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചില കേൾവികൾ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ കാറിലേക്ക് മുട്ടി നമ്മുടെ കൈ നീട്ടുമ്പോൾ നമ്മളെന്താ ഉടനെ ചിന്തിക്കുന്നത്? ഇവർക്കൊക്കെ എന്തിനും ജോലിക്ക് വയ്ക്കൂടെ? ഇതൊക്കെ ഒരു മാഫിയല്ലേ? ഇതൊക്കെ എന്തിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്? ഇന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ നീട്ടുന്ന ഒരു കരത്തെ നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഒരു 10 രൂപയ്ക്ക് പോലും എന്തുമാത്രം മൂല്യം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മളെ പറ്റിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ കൊടുക്കുന്ന ആ 10 രൂപയ്ക്കകത്ത് എവിടേക്ക് ഒരു സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു ഓർമ്മയുണ്ടെങ്കിൽ, അത് ഹൃദയത്തിൻ്റെ ഒരു കടന്നുപോക്കല്ലേ. എനിക്ക് തോന്നുന്നു മുമ്പിലുള്ളവരുടെ മുമ്പിൽ മുഖം തിരിച്ച് കളയുന്നതിനേക്കാളപ്പുറം മുമ്പിലുള്ള ഒരാളെ ഹൃദയം കൊണ്ട് കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയവും തിരുഹൃദയമാകുന്നത്. മൂന്നാമതായിട്ട് കുരിശിൻ്റെ വക്കിൽ കിടന്ന് ക്രിസ്തു പറഞ്ഞത്: ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. അത് വല്ലാണ്ടൊരു വാക്കാണ്. ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, പക്ഷെ ഞാൻ അറിയുന്നുണ്ട്, എന്നാലും ഇവരോടൊന്ന് പുറത്തേക്കണേ, ഇവർ ചെയ്യുന്നത് ഇവർക്കറിയില്ലല്ലോ. ഇത് പറഞ്ഞത് മരണത്തിൻ്റെ വെപ്രാളത്തിൻ്റെ സമയത്താണ്. ആ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് പടയാളി വിളരുവൻ അവൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. തുടിക്കുന്നൊരു ഹൃദയവുമായി നിന്നുകൊണ്ട് ക്രിസ്തു ഈ വാക്ക് പറയുമ്പോൾ അതിൽ സ്നേഹം ഒഴുകുന്നുണ്ട്, രക്തവും വെള്ളവുമായിട്ട്. കുത്തി വിലാപ്പുറം
ചോരയും രക്തവുമായിട്ട് ഒലിച്ചിരിക്കാൻ പോലും അവൻ്റെ വായിൽ നിന്ന് അതേ വന്നുള്ളൂ. അതാണ് ക്ഷമയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത. കുറേ പേര് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്, കുറേ പേര് നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളെ വേണ്ടാന്ന് വിധി എഴുതിയവരുണ്ട്. എങ്കിലും അവരോടൊക്കെ പോട്ടെയെന്നും സാരമില്ലെന്നൊക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തിരുഹൃദയമാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയം 1000 കാരണങ്ങൾ കൊണ്ട് തിരുഹൃദയമാണ്. എനിക്ക് തോന്നുന്നു ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകലെയല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.